എടാ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു ചാപ്റ്റർ ഉണ്ട്. ഏറ്റവും ചെറിയ ചാപ്റ്ററാണ്, കുഞ്ഞു ചാപ്റ്ററാണ്. എന്നാലും അവിടെ നമ്മൾ കുഴപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ലെൻസസ് ലോയുടെ ആപ്ലിക്കേഷൻ. ലെൻസസ് ലോയുടെ ആപ്ലിക്കേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പ്രോബ്ലം എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ബോർഡ് എക്സാമിനും അതേപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യനുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഐഡിയ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് PQRS എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ കോയിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും, അവിടെ ഫ്ലെക്സിൽ മാറ്റം ഉണ്ടായി, അപ്പോൾ EMF ഉണ്ടായി, അവിടെ ഒരു കറണ്ട് ഉണ്ടാകും. ആ കറണ്ടിന്റെ ഡയറക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? മക്കളെ ശ്രദ്ധിക്കുക, ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് പോകുന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ എന്താണ്? അകത്തോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ റെക്ടാങ്കുലർ കോയിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ടേക്കാണ് എൻ്റർ ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? എങ്ങോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്? അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടായത്? ഒരു EMF ഉണ്ടായത്. ആ EMF എന്തിനു ശ്രമിക്കും? അതിനെ കാരണക്കാരനെ ഒപ്പോസ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് അകത്തോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് കൂടുന്നത് കൊണ്ടാണ് EMF ഉണ്ടായത്. ആ EMF മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കാൻ ശ്രമിക്കും. അപ്പോൾ EMF എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ കുറയ്ക്കണം എങ്കിൽ ആ EMF ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം. അതായത് ഡോട്ട് ഇട്ട് കൊടുക്കുക, അതായത് മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടായിരിക്കണം. അപ്പോൾ റെക്ടാങ്കുലർ കോയിലിനകത്ത് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ്, റെക്ടാങ്കുലർ കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടായിരിക്കണം. എങ്കിൽ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം മാഗ്നറ്റിക് ഫീൽഡ് പുറത്തോട്ടേക്കാണെങ്കിൽ നമുക്കറിയാം കറണ്ട് എങ്ങനെ ഒഴുകണം? കറണ്ട് ഷുഡ് ബി ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എടാ, വരച്ചു കൊടുക്കടാ. കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കുന്നത്? ഈ രീതിയിലാണ് കറണ്ട് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി ക്വസ്റ്റിന് വേണ്ടി ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മാക്സിമം കൂട്ടുകാരോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.